നമസ്കാരം. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ഇനി അവശേഷിക്കുന്നത് വെറും 15 ദിവസം മാത്രമാണ്. 15 ദിവസം കൊണ്ട് ശക്തമായ പ്രചരണം നടത്തി എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും രാഷ്ട്രീയ സന്ദേശം എത്തിക്കുക എന്നതാണ് ഓരോ സ്ഥാനാർത്ഥികളും അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമെല്ലാം അതിനുവേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. സ്ഥാനാർത്ഥികൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പൂർത്തിയാകും. അത് കഴിഞ്ഞാൽ പ്രചരണം അതിൻ്റെ ഗിയർ മാറുകയാണ്. പ്രചരണത്തിൻ്റെ രൂപവും ഭാവവും മാറുകയാണ്. ശക്തമായ ഹൈ പവർ പ്രചരണത്തിലേക്ക് സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം പോകും. കേരളം അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കും എന്ന് തന്നെ പറയാം. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഹൈ പവർ പ്രചരണത്തിന് തുടക്കമിടുകയാണ് BJP. പരമാവധി ദേശീയ നേതാക്കൾ ഇതിനോടകം തന്നെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ദേശീയ നേതാക്കളെ കേരളത്തിൽ എത്തിക്കാനാണ് BJPയുടെ പദ്ധതി. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 2016 BJP ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കുന്നത്. നേമം നിയോജക മണ്ഡലത്തിൽ BJP അന്ന് ചരിത്ര വിജയം നേടുകയായിരുന്നു. എന്നാൽ അതിനുശേഷം നടന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചില്ല. നേമം മണ്ഡലം കൈവിടുന്നു. അതിനുശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും ചരിത്രം കുറിച്ചുകൊണ്ട് തൃശ്ശൂരിൽ അക്കൗണ്ട് തുറക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മാറ്റം കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ BJP ലക്ഷ്യമിടുകയാണ്. ഒരു അക്കൗണ്ട് തുറക്കുക എന്നല്ല, നിരവധി MLA-മാരെ നിയമസഭയിലേക്ക് എത്തിക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. അതിനുവേണ്ടി നിരവധി മണ്ഡലങ്ങൾ A ക്ലാസ് മണ്ഡലങ്ങളായി BJP തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടങ്ങളിൽ വിജയം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് BJP പ്രവർത്തിക്കുകയുമാണ്. നമുക്കറിയാം, ഇതിനോടകം തന്നെ നിരവധി മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 140ഓളം നേതാക്കന്മാരാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇവിടെ കേരളത്തിൽ ഏകോപിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറിൻ്റെ പത്രികാ സമർപ്പണത്തിന് കൂടെയുണ്ടായിരുന്നത് ഭജൻലാൽ ശർമ്മയാണ്. അദ്ദേഹം രാജസ്ഥാൻ മുഖ്യമന്ത്രിയാണ്. പത്മജ വേണുഗോപാലിൻ്റെയും അതുപോലെ തന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ്റെയും പത്രികകൾ സമർപ്പിക്കാൻ കൂടെയുണ്ടായിരുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. ദില്ലി മുഖ്യമന്ത്രിയും കേരളത്തിലെ BJP സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണത്തിന് കൂടെയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കേന്ദ്ര നേതൃത്വം വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന പ്രചരണമാണ് കേരളത്തിൽ BJPക്ക് വേണ്ടി നടത്തുന്നത്. അതിൻ്റെ ഭാഗം അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്നത് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ താരമായി മാറാൻ പോവുകയാണ് വരും ദിവസങ്ങളിൽ എന്നാണ് സൂചന. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന ഞായറാഴ്ച, അതായത് 29-ാം തീയതി കേരളത്തിൽ എത്തുന്നുണ്ട്. തൃശ്ശൂരിലും പാലക്കാടും നടക്കുന്ന പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും എന്നാണ് സൂചന. തൃശ്ശൂരിൽ റോഡ് ഷോ അടക്കം പദ്ധതിയിട്ടിട്ടുണ്ട്. പാർട്ടി വിപുലമായ ക്രമീകരണങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി നൽകിയിട്ടുള്ളത്. അതായത് 29-ാം തീയതി മാത്രമല്ല, തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ പലതവണ എത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. 6 ദിവസത്തെ പരിപാടികൾ പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ ഉണ്ടാകും എന്ന് പ്രാഥമികമായി സൂചന ലഭിക്കുന്നുണ്ട്. അതായത് ഇനി അവശേഷിക്കുന്നത് 15 ദിവസം മാത്രം. അതിൽ 6 ദിവസവും പ്രധാനമന്ത്രി കേരളത്തിൽ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇങ്ങനെ ദേശീയ നേതാക്കൾ, പ്രധാനമന്ത്രി മാത്രമല്ല നിരവധി ദേശീയ നേതാക്കന്മാരെ അണിനിരത്തിക്കൊണ്ട് ഹൈ പവർ പ്രചരണത്തിനാണ് BJP ഇത്തവണ ശ്രമിക്കുന്നത്. ഇത് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം നിറയ്ക്കാനും അതുപോലെ തന്നെ സാധാരണ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാനും കഴിയും എന്ന് BJP വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ റാലികൾ തുടങ്ങുകയാണ്. കേരളത്തിൽ മാത്രമല്ല, നമുക്കറിയാം തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ബംഗാളിലും അസമിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇവിടങ്ങളിലെല്ലാം പ്രധാനമന്ത്രി അടക്കമുള്ള ദേശീയ നേതാക്കളുണ്ട്. പക്ഷേ കേരളത്തിൽ മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത തരത്തിലുള്ള ശ്രദ്ധ ദേശീയ നേതൃത്വം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നൽകുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഒരു ഹൈ പവർ പ്രചരണത്തിലേക്ക് കേരളം കടക്കുകയാണ്. വരും ദിവസങ്ങളിൽ BJP പ്രചരണത്തിൻ്റെ ഗിയർ മാറ്റും. ആ പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നതാകട്ടെ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.